ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഹരിക്ക് അടിമകളാകുന്ന കുട്ടികളെക്കുറിച്ചും കൗമാരപ്രായക്കാരെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. ലഹരിക്ക് അടിമകളാകുന്നവർ അക്രമാസക്തരാകുന്നു, തൻ്റെ സ്വന്തമെന്ന് കരുതിയിരുന്ന കാമുകിയെ കുത്തിക്കൊല്ലുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ സമൂഹവും മാതാപിതാക്കളും നമ്മുടെ ഭരണകൂടവും പോലീസും ഉണർന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. പലരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. സിനിമയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നവരുണ്ട്. സിനിമ മാത്രമല്ല, വീഡിയോയിലും ഒരുപാട് വയലൻസ് ഉണ്ട്. പിന്നെ ചിലർ പറയുന്നത് വാർത്താ ചാനലുകളാണ് ഇതിന് കാരണം. ഭരണകൂടവും പോലീസും അധ്യാപകരും മാതാപിതാക്കളും എല്ലാം പ്രതിസ്ഥാനത്തുണ്ട്. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും മാതാപിതാക്കൾ തന്നെയാണ്. പക്ഷെ അതിലേക്ക് പലപ്പോഴും നമ്മൾ ഊന്നൽ കൊടുക്കാറില്ല. ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഒരു അധികാരവും ഇല്ല, അവർ വളരെ ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ടാവാം ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് അത്രയധികം ചർച്ചകൾ വരാത്തത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ 3 തലമുറയിലെ പാരൻറ്റിങ് സ്റ്റൈലിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ മാതാപിതാക്കളുടെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ. അന്ന് മാതാപിതാക്കൾ വളരെ പവർഫുള്ളായിരുന്നു കേട്ടോ. അവർ വിചാരിക്കുന്നതേ വീട്ടിൽ നടക്കൂ. ഞങ്ങൾ അതിനപ്പുറം ഒന്നും ചിന്തിച്ചിരുന്നില്ല. വീടെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ധാരണയിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഞങ്ങൾ 6 മക്കളായിരുന്നു. സന്താന നിയന്ത്രണത്തിലൊന്നും അന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെ ജീവിത ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുക. അപ്പം നമ്മളിന്ന് വലിയ ഹൈലൈറ്റ് ചെയ്യണ മിനിമലിസമൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. നമ്മൾ ചോദിക്കുന്നത് എന്തും വാങ്ങിത്തരിക, അങ്ങനത്തെ സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യങ്ങൾ എന്താണോ, അത്യാവശ്യങ്ങൾ എന്താണോ അത് നടത്തി തരുമായിരുന്നു. ഭക്ഷണം പോലും ക്രമത്തിലധികം ഒന്നും തരില്ല. ഇപ്പം ഞായറാഴ്ചയാണ് ഈ ബീഫ് മേടിക്കണതേ, അപ്പോൾ ഒരു ചെറിയ പ്ലേറ്റ് ബീഫ് കറി എല്ലാവർക്കും തരും. അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കൊള്ളണം. പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടാവും. അത് അമ്മ എടുത്തു തന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ. എപ്പോൾ ഉണരണം, എപ്പോൾ ഉറങ്ങണം, അതിലെല്ലാം നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. വീട്ടിലെപ്പോൾ വരണം, മാതാപിതാക്കളോട് പേടിയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയണ പോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ നല്ല അടി കിട്ടും, ശകാരവും കിട്ടും. അടി എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണല്ലോ. ചില കാര്യങ്ങൾക്ക് അടിക്കുന്നത് എന്തിനാണെന്ന് പോലും നമുക്ക് പിടികിട്ടില്ല. അന്ന് വലിയ ഫാഷനൊന്നുമില്ല. 10ാം ക്ലാസ്സിലായപ്പോഴേക്ക് ഈ മുടി ചെയ്യുന്ന കാര്യത്തിൽ ചെറിയൊരു ഫാഷൻ കടന്നു വന്നു. നമ്മൾ നടുവിലാണല്ലോ മുടി പകുത്തിടുന്നത്, സൈഡിലിങ്ങനെ വകഞ്ഞ് മുടി ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനിത് കണ്ട് ഞാനങ്ങനെ ചീകി. അപ്പോൾ അമ്മ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അപ്പച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ മുടി ചെയ്യണ്ട. അപ്പം ഞാനിതൊക്കെ ചോദ്യം ചെയ്യണ ഒരാളുമായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്താ കുഴപ്പം, നീ ഇങ്ങനെ ചീകണ്ട. ഞാനത് കേൾക്കാതെ വീണ്ടും അങ്ങനെ ചീകി. അന്ന് എനിക്ക് 3 അടി കിട്ടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ ഇതെന്തിനാണ് അടിക്കുന്നത്? അടി കിട്ടിയതോടുകൂടി ഞാൻ നടുവിൽ വകഞ്ഞ് പിന്നെ മുടിയൊക്കെ ചീകി കെട്ടാൻ തുടങ്ങി. ഇപ്പം ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ അപ്പച്ചനന്ന് ചെയ്തതിൻ്റെ ഒരു കാരണം എന്താണെന്നോ, അതായത് ഈ ഫാഷനാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഫാഷൻ്റെ പിന്നാലെ പോയി പഠനത്തിൽ നിന്ന് അങ്ങനെ ശ്രദ്ധ മാറിപ്പോയാലോ, അതൊക്കെ ചിന്തിച്ചിട്ടാവണം അങ്ങനെ ചെയ്തത്. എന്നാലും എനിക്ക് അത്ഭുതമാണ് കേട്ടോ, അവരെത്ര പവർഫുള്ളായിരുന്നു എന്ന്. അതുപോലെ നമ്മുടെ മിനിമം ആവശ്യങ്ങളൊക്കെ നടത്തിത്തരും. പഠനമെന്ന് പറഞ്ഞ് നമുക്ക് വിദേശത്ത് പോയി പഠിക്കാനോ അല്ലെങ്കിൽ വേറെ ദൂരെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിക്കാനോ ഒന്നും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ 10 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള കോളേജിൽ +2 ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ ഈ ഒരു രീതിയാണെന്നുണ്ടായിരുന്നത്. നമ്മളത് അങ്ങനെയാണെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ വീട്ടിലെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു മുറിയിലിരുന്നാണ് പഠിച്ചിരുന്നത്. അല്ലാതെ ഓരോരുത്തർക്കും ഓരോ മുറി, ബാത്റൂം, അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാരൻറ്റിങ്ങിലേക്ക് വന്നപ്പോൾ വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്നോ, നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ അതിലൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. വീടുകളിൽ ടെലിഫോൺ, ടെലിവിഷൻ, കുറച്ച് പണാധികമുള്ളവരുടെ വീട്ടിൽ കാറ്, മറ്റു വാഹനങ്ങൾ, കുറച്ച് വലിപ്പമുള്ള വീടുകൾ പണിയാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഓരോ മുറിയായി. ഈ ഒരു ലെവലിൽ വന്നതുകൊണ്ട് നമുക്ക് തൃപ്തിയായൊന്നുമില്ല. അപ്പം നമ്മളെക്കാൾ സൗകര്യത്തിൽ ജീവിക്കുന്ന വീടുകളൊക്കെ കാണുമ്പോൾ അതുപോലെ ആവണമെന്നുള്ള ചിന്ത ഉണ്ടാകാൻ തുടങ്ങി. അതായത് പണ്ട് സുകുമാർ അഴീക്കോട് സാറ് പ്രസംഗിക്കുമ്പോൾ പറയും, ഈ ലോകത്ത് കാണുന്ന എല്ലാം എൻ്റെ വീട്ടിലേക്ക് പോരട്ടെ എന്നുള്ളൊരു ചിന്ത തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ ചെയ്തിരുന്നത് എന്താണെന്നോ, ഇത് ഞങ്ങളെ കൊണ്ടോ പറ്റിയില്ല, ഇനി നമ്മുടെ മക്കളെ കൊണ്ട് ഇതെന്തായാലും സാധിക്കണം. അപ്പോൾ അവർ നന്നായിട്ട് പഠിക്കണം, അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ത് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ. കാരണം എന്താണ്, അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം.
അത് കഴിഞ്ഞ് ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസം വരണം. അവസാനം ഇതൊക്കെ അവർ നമുക്ക് തിരിച്ചു തരുമല്ലോ. ആ ഒരു കാഴ്ചപ്പാടിലാണ് അന്ന് ഇതെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ മകളുടെ പാരൻറ്റിങ് സ്റ്റൈൽ ആയപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീടിനെ സ്വാധീനിക്കുന്നത് ഔട്ടർ വേൾഡാണ്. വ്യക്തി സ്വാതന്ത്ര്യം, കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ, ഇങ്ങനെയെല്ലാം കടന്നു വന്നപ്പോൾ മാതാപിതാക്കളുടെ അധികാരമെല്ലാം എടുത്തു മാറ്റപ്പെട്ടു. അവരെക്കുറിച്ച് പറയാവുന്നത് ദേ ആർ പവർലെസ് ആൻഡ് ഹെൽപ്ലെസ്. വളരെ നിസ്സഹായ അവസ്ഥയിലായി. അപ്പം പിന്നെ എന്ത് ചെയ്യും? പഴയ പോലെ ഒന്നും നടക്കാതായപ്പോഴാണ് പാരൻറ്റിങ് സെഷൻസിനൊക്കെ പ്രാധാന്യം കൂടിയത്. ഹെൽപ്ലെസ് ആയ മാതാപിതാക്കൾ സെഷൻസിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ എൻ്റെ കുട്ടിയെ റെഡിയാക്കി എടുക്കാം. കുട്ടിക്ക് ഒരു ശ്രദ്ധയില്ല, പല ഡിസ്ട്രാക്ഷൻസ് ഉള്ളതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം, കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കുട്ടിയെ എങ്ങനെ വളർത്തിയെടുക്കാം. അതിനിപ്പോഴത്തെ പാരൻസ് കുറേ ടെക്നിക്കുകളൊക്കെ പഠിച്ച് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? ശരിക്കും പാരൻറ്റിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റെന്താണ്, ആ തെറ്റെങ്ങനെ തിരുത്താം, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചിലരൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, നമുക്ക് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കയ്യിലേക്ക് ആ വടി അങ്ങോട്ട് കൊടുക്കാം. നടക്കൂല. എന്താ കാരണമെന്നറിയാമോ? വടി ശകാരമൊക്കെ സക്സസ്ഫുൾ ആകണമെങ്കിൽ എൻവയൺമെൻറ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാവണം. ഇന്ന് നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണ് ജീവിക്കുന്നത്. പുറമേയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയുന്നു. വ്യക്തി സ്വാതന്ത്ര്യം, ഇതിനൊക്കെ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അടിയും ശകാരവും ഇവിടെ വിലപ്പോവില്ല. അത് സക്സസ്ഫുൾ ആകില്ല. അത് വിലപ്പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? പഴയ ആ കാലഘട്ടത്തിലേക്ക്, മൊബൈലില്ലാത്ത, ഇൻ്റർനെറ്റ് ഇല്ലാത്ത, പുറമേ നടക്കുന്നതൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അത് നടപ്പുള്ള കാര്യമല്ലല്ലോ. ആ ഒരു ചർച്ചയിൽ അർത്ഥമില്ല. ഞാൻ കണ്ടു കുറച്ച് സീനിയർ ടീച്ചേഴ്സൊക്കെ പണ്ട് വടി കൊണ്ട് കുട്ടികളെ അനുസരിപ്പിച്ചിരുന്ന കാര്യമൊക്കെ പറയണത് കേട്ടു. ഇന്നത്തെ എൻവയൺമെൻറ്റിൽ അത് നടക്കില്ല. എൻവയൺമെൻറ്റ് നമുക്ക് പഴയതിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അത് റൈറ്റ് ഓഫ് ചെയ്യാം. കുട്ടികൾ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പോലീസ് കൈകാര്യം ചെയ്യേണ്ടതാണ്. അവിടെ ദാക്ഷിണ്യമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും പാരൻറ്റിങ്ങിൽ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മക്കൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും. അതിന് പ്രസക്തിയില്ല ഇപ്പോൾ അതല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ കുട്ടിക്ക് ആരാണ്, ആ ആരാണെന്നുള്ളതിന് കുട്ടിക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടാത്തതാണ് ഇന്നത്തെ പ്രശ്നം. മാതാപിതാക്കൾ എനിക്ക് ആരാണ്, അതിന് കുട്ടിക്ക് ക്ലിയർ ആയിട്ടൊരു ഉത്തരം കിട്ടണം. കുട്ടിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതെല്ലാം ഓൾറെഡി ഉണ്ട്, ഒന്നിനൊരു പഞ്ഞവും ഇല്ല. അപ്പം നമ്മളിനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടിക്ക് ആരാണ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പം അതിനൊരു മറുപടി നമ്മൾ കണ്ടെത്തണം. നമ്മൾ കുട്ടിക്ക് ആരാണ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളൊരു പ്രത്യേകത, അവർ വളരെ ഹെൽപ്ലെസ് ആണ് പല കാര്യങ്ങളിലും. അവർ വളർന്ന് മെച്യൂരിറ്റി ആകുന്നത് വരെ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അവർ മുതിർന്ന ആരോടെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ടിരുന്നേ മതിയാവും. അറ്റാച്ച്ഡ് ആകാൻ, കണക്റ്റഡ് ആകാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ അപ്പം കുട്ടിക്ക് മനസ്സിലാവും എനിക്ക് മാതാപിതാക്കൾ ആരാണെന്ന്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാരൻറ്റിങ് റോൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെ ആയിരിക്കണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മുതിർന്ന ആരെങ്കിലും ആയിരിക്കും പാരൻ്റ് റോളിലുള്ളത്. അപ്പോൾ ആ പാരൻ്റ് റോളിലുള്ള ആൾ കുട്ടിക്കാരായിരിക്കണം. അതിൻ്റെ മറുപടിയാണ് കുട്ടിയോട് അറ്റാച്ച്ഡ് ആയിട്ട്, കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം. ശരിക്ക് പാരൻറ്റിങ്ങിലെ പ്രശ്നം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. മുതിർന്നവർക്കും മാതാപിതാക്കൾക്കും ഈ കുട്ടികളോട് അറ്റാച്ച്ഡ് ആകാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഡിജിറ്റൽ വേൾഡ് വന്നതോടുകൂടി കാര്യങ്ങളാകെ കൈവിട്ടുപോയി. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഈ അറ്റാച്ച്ഡ് ആകുക എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ശ്രമകരമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു സാമീപ്യം കുട്ടിക്ക് ഫീൽ ചെയ്യണം. നമ്മൾ മറ്റെന്തിനേക്കാളും കുട്ടിയെ ശ്രദ്ധിക്കുന്നു, കുട്ടിയോട് സ്നേഹമുണ്ട്, അത് കുട്ടിക്ക് ഫീൽ ചെയ്യണം. ഇപ്പം എന്താ പറ്റുന്നത്? നമുക്ക് അവരുടെ കൂടെ ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ജീവിത ചെലവ് കൂടി പല ആവശ്യങ്ങളും നമുക്ക് വരുമ്പോൾ അത് നടത്താനുള്ള തത്രപ്പാടിൽ കുട്ടികളുമായിട്ട് ഡിറ്റാച്ച്ഡായി പോവുകയാണ്. മൊബൈൽ ഫോണും മറ്റ് സംവിധാനങ്ങളും വന്നതോടുകൂടി നമ്മൾ മിക്കവാറും അതിൻ്റെ കൂടെയാണ്. പണ്ട് ഗ്രാൻഡ് പാരൻസ് കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. മുതിർന്ന ആളുകളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് അവരും മൊബൈലിൻ്റെ ലോകത്താണ്. അവർക്കും വ്യക്തിപരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊബൈലും വാട്സപ്പ് ഗ്രൂപ്പ്സും മറ്റു പല പല ആക്ടിവിറ്റീസും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ കൂടെ
ഒരു അഡൽട്ട് അറ്റാച്ച്ഡ് ആകാനുള്ള സംവിധാനം ഇല്ലാതായി. എന്നാൽ മനുഷ്യർക്ക് ഈ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നേ മതിയാവും. സകല ജീവജാലങ്ങൾക്കും ഈ സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പോൾ ജീവജാലങ്ങളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അമ്മയോട് വളരെ അറ്റാച്ച്ഡ് ആണല്ലേ, അവരവരുടെ കാര്യം നോക്കാറാവുമ്പോൾ അവർ പോകും. ഇപ്പം ജീവജാലങ്ങൾക്ക് കുറച്ച് സമയം മതി. മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കാൽക്കീഴിലാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിന് സമയം പിടിക്കും. ആ മെച്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ അതിനിടയിൽ മുതിർന്നവരുമായിട്ടോ മാതാപിതാക്കളായിട്ടോ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറ്റാച്ച്മെൻറ്റ് വേറെ എവിടെന്നെങ്കിലും കിട്ടിയേ മതിയാവും. അപ്പോഴാണ് അവർ പിയർ ഗ്രൂപ്പ്, അവരുടെ സമപ്രായക്കാരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിലേക്ക് അവർ പോകുന്നു. ഇപ്പോൾ കൂട്ടുകാർ വേണം, സൗഹൃദം വേണം, പക്ഷേ മാതാപിതാക്കളോട് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ മറ്റു മുതിർന്നവരോട് ഉണ്ടാകേണ്ട ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. അവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗൈഡ് ചെയ്യണം, അവരെ വാല്യൂസ് പഠിപ്പിക്കണം. ഇങ്ങനെ പലതും ചെയ്യേണ്ടവരാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് അവരോട് ഇല്ലാതെ വന്ന് പിയർ ഗ്രൂപ്പിനോട് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ചിലർ ഡോമിനൻ്റ് ആകും. അവർ വളരെ ഇമ്മച്യൂറാണ്. പിയർ ഗ്രൂപ്പിൽ ചിലർ ഡോമിനൻ്റ് സ്റ്റൈലിൽ വന്നിട്ട് ബാക്കിയുള്ളവർ അവരോട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർ പറയുന്നതെല്ലാം ഇവർ അനുസരിക്കും. അവരുടെ വാല്യൂസ് ഇവരുടെ വാല്യൂസായി മാറും. അത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. പാരൻറ്റിങ്ങിൽ 3 ഘടകങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഒരു പാരൻറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാരൻറ്റ്, പിന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ അറ്റാച്ച്മെൻറ്റ്. ഈ 3 കാര്യങ്ങളാണ് പാരൻറ്റിങ്ങിനെ സക്സസ്ഫുൾ ആക്കുന്നത്. അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അറ്റാച്ച്മെൻറ്റിന് തടസ്സം ഉണ്ടാക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഇന്നത്തെ പാരൻസ് ചെയ്യുന്നുണ്ട്. അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് വളരെ ശ്രമകരമാണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇന്നത്തെ പാരൻസിന് സമയം കിട്ടുന്നില്ല. ദേ ആർ വെരി ബിസി. എല്ലാവരും വളരെ കരിയർ ഓറിയൻറ്റേഷൻ ഉള്ളവരാണ്. അതിനിടയിൽ ഈ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ പോലും ഉണ്ട്. ഇപ്പോഴത്തെ പാരൻസ് പലപ്പോഴും ചെയ്യാറുള്ളത്, ഈ കുട്ടിയെ എങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം, കുട്ടിയെ ഫോക്കസ് ചെയ്ത് അയാളെ ശരിയാക്കിയെടുക്കാനുള്ള മാർഗങ്ങളാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ കൊണ്ട് എങ്ങനെ ഹോംവർക്ക് ചെയ്യിക്കാം, കുട്ടിയെ എങ്ങനെ ഡിസിപ്ലിൻഡ് ആക്കാം, സിസ്റ്റമാറ്റിക് ആക്കാം, ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുട്ടിക്ക് എന്താണ് പ്രശ്നം, അവിടെ ഒരിക്കലും പാരൻറ്റിന് എന്താണ് പ്രശ്നം എന്നുള്ള ഓറിയൻറ്റേഷനിലേക്ക് പലപ്പോഴും വരാറില്ല. ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പാരൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ്, അതിനാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. പാരൻറ്റിന് എന്തുകൊണ്ട് സമയം കിട്ടുന്നില്ല, പാരൻ്റ് എങ്ങനെ സമയം കണ്ടെത്തണം, പാരൻ്റ് എങ്ങനെ കുട്ടിയോട് ഇടപെടണം. തിരക്കുള്ള പാരൻസ്, സ്ട്രെസ്ഡ് ആയിട്ടുള്ള പാരൻസ് കുട്ടികളോട് പലപ്പോഴും ഇടപെടുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ അവർ എപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവും. ഇതെല്ലാം ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇത്രയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറ്റാച്ച്മെൻറ്റ് മാതാപിതാക്കളോട് ഇല്ലെങ്കിൽ ഇവർ വേറെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കും. മാതാപിതാക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിലാണ് ഒരു കുട്ടിക്ക് ശരിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാളെ അവരെ ഗൈഡ് ചെയ്യണം. അവരിൽ വാല്യൂസ് വളർത്തിയെടുക്കാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാളോടാണ് അവർ അറ്റാച്ച്ഡ് ആകേണ്ടത്. ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്ന പല അക്രമങ്ങളും ആ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷറിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ അടുത്ത കാലത്തല്ലേ കുറേ കുട്ടികൾ ചേർന്ന് അവരുടെ സഹപാഠിയെ കൊന്നു, നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോൾ അവിടെ എല്ലാം വരുന്ന പ്രശ്നം ഇതാണ്, അവർ അറ്റാച്ച്ഡ് ആകുന്നത് പിയർ ഗ്രൂപ്പിനോടാണ്. ആ പിയർ ഗ്രൂപ്പ് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാതാപിതാക്കളോ അധ്യാപകരോ ഒന്നുമല്ല, അവർ വേറെ പല കാര്യങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു. ശരിയേത് തെറ്റേതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി അവർക്കില്ല. അപ്പോൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇതാണ്, കുട്ടികളുമായിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ അതുണ്ടാക്കിയെടുക്കുക. അല്ലാതെ വടിയെടുത്തിട്ടോ അല്ലെങ്കിൽ ടെക്നിക്ക് പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടോ കുട്ടിയെ ശരിയാക്കാനായി അവിടെ ഇവിടെയും കൊണ്ടു നടന്നിട്ടോ അതിൽ നിന്ന് നമുക്ക് തൽക്കാലം എന്തെങ്കിലും പ്രയോജനം കിട്ടും. വടിയെടുത്തൊരു കുട്ടിയെ അടിച്ചാൽ അയാൾ പേടിച്ചിട്ട് ചിലപ്പോൾ ആ കാര്യത്തിൽ നിന്നും പിന്തിരിയും. പക്ഷേ അത് അയാളുടെ ഉള്ളിലൊരു പരിവർത്തനം ഉണ്ടാക്കണമെന്നില്ല. കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ്. അവരുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അപാരമല്ലേ. അവർ അവനവനും നാടിനും വീടിനും പ്രയോജനപ്രദമായ രീതിയിലൊക്കെ വളർന്നു വരണമെങ്കിൽ, അങ്ങനെയുള്ളവരായിട്ട് മാറണമെങ്കിൽ ഈ ഒരു സംഭവം വിട്ടുപോകരുത്, അറ്റാച്ച്മെൻറ്റ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.